ഈ വർഷം SLC പരീക്ഷ എഴുതിയ ആളുകൾ റിസൾട്ട് വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. റിസൾട്ട് ഡേറ്റ്, ഒഫീഷ്യൽ ഡേറ്റ് ഇതുവരെ പ്രഖ്യാപിച്ചില്ല. അതൊരു പോരായ്മ തന്നെയാണ്. എന്നിരുന്നാലും കഴിഞ്ഞ വർഷം അലോട്ട്മെന്റ് പ്രോസസ്സുകൾ നടന്ന ഡേറ്റ് നമുക്ക് പരിശോധിക്കാം. അതായത് അപേക്ഷ സമർപ്പിക്കുന്ന ദിവസം മെയ് മാസം 14 അവസാന അപേക്ഷ നൽകാനുള്ള മെയ് മാസം 20 ട്രയൽ അലോട്ട്മെന്റ് 24 നടന്നു. ആദ്യ അലോട്ട്മെന്റ് 2 നടന്നു. ചുരുക്കി പറഞ്ഞാൽ ഈ പരിപാടികളൊക്കെ ലേറ്റ് ആകാൻ വേണ്ടി പോവാണ് ഈ ഒരു അധ്യയന വർഷം. കാരണം ഏപ്രിൽ മാസം 14 എന്ത് വരാൻ വേണ്ടി അപേക്ഷ സമർപ്പിക്കുന്ന ദിവസം കഴിഞ്ഞ വർഷം, അതായത് +1 അലോട്ട്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് മെയ് മാസം 14 പക്ഷേ ഇത്തവണ മെയ് മാസം 14 നിങ്ങളുടെ SLC റിസൾട്ട് വരുമെന്ന് ചോദിച്ചാൽ പോലും അതൊരു ചോദ്യം മാർക്കായി നിൽക്കുക. അപ്പോൾ എന്തായാലും അലോട്ട്മെന്റ് പ്രോസസ് വൈകുമെന്നത് ഒരു സംശയമില്ല. അപ്പോൾ വെറുതെ ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം. ചിലപ്പോൾ വളരെ ഫാസ്റ്റ് ആയിട്ട് അലോട്ട്മെന്റ് പ്രോസസ് നടത്താനും സാധ്യതയുണ്ട്. അപ്പോൾ ഏതാണ് അടുത്ത വർഷം ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്ന കോഴ്സ് ഏതെല്ലാമാണ്? സയൻസ് ആണോ, കൊമേഴ്സ് ആണോ, ഹ്യൂമാനിറ്റീസ് ആണോ? ഇതിനെപ്പറ്റി കൃത്യമായ ഒരു ധാരണ ഉണ്ടാക്കിയെടുക്കുക. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. അതുപോലെ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ സയൻസിന്റെ സാധ്യതകളെ പറ്റി ഒരു ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്ത ആൾക്കാർ ജസ്റ്റ് യൂട്യൂബ് ചാനൽ നിഹാൽ സയൻസ് സെർച്ച് ചെയ്ത് കാണാൻ സാധിക്കും. അപ്പോൾ ഒന്ന് അവെയർ ആയിരിക്കുക, ഒന്ന് അലേർട്ട് ആയിരിക്കുക. കാരണം ഇതൊക്കെ വളരെ ഫാസ്റ്റായി നടക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും വീഡിയോ ഷെയർ കൊടുക്കുക. ഇനി അങ്ങോട്ട് എഡ്യൂക്കേറ്റഡ് എല്ലാ കണ്ടന്റിനും വേണ്ടി നിഹാൽ സാറിന്റെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ താങ്ക് യു സോ മച്ച്. വൈകും. അപ്പോൾ നമ്മൾ അലേർട്ട് ആയിരിക്കുക.